എല്ലാം കൊണ്ടും വലിയ പ്രതിസന്ധിയിലാണ്, വിഷമവൃത്തത്തിലാണ് യാത്രക്കാർ. പ്രത്യേകിച്ച് സാധാരണക്കാരായ യാത്രക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു വിമാന സർവീസാണ്, ഒരു ബഡ്ജറ്റ് എയർലൈനാണ് ഈ എയർ ഇന്ത്യ എക്സ്പ്രസ്. അതുകൊണ്ട് തന്നെ ഒരു യാത്രക്കാരുടെ പ്രതിനിധി എന്ന രീതിയിൽ കൂടി താങ്കൾക്ക് അനുഭവപ്പെട്ട ഒരു വിഷമം, അല്ലെങ്കിൽ താങ്കളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് സഹപ്രവർത്തകരുടെ സഹയാത്രികർക്കുണ്ടായ ബുദ്ധിമുട്ടൊന്നും നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവെക്കാം. ഞാൻ രാവിലെ ഇവിടെ നിന്ന് പോകുമ്പോൾ എയർപോർട്ടിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഇതണക്ക് ഫ്ലൈറ്റ് ഡിലേ ആയെന്ന്, റദ്ദാക്കിയെന്ന്. ഞാനും അവിടെ ചെന്ന് കഴിഞ്ഞ് ഒത്തിരി കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ വേറൊരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ഭർത്താവ് ഇതണക്ക് അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ ICUലാണെന്ന് പറയുന്നു. അദ്ദേഹത്തിന് എന്ത് വിഷമമുണ്ടായിരുന്നു. വേറൊരാൾക്ക് ഇത് കണക്ക് നിരവധി കേസുകളാണ് അവിടെ റിപ്പോർട്ട് ചെയ്തത്. താങ്കൾക്ക് എവിടേക്കായിരുന്നു പോകേണ്ടിയിരുന്നത്? ഹലോ, താങ്കൾക്ക് എവിടേക്കായിരുന്നു പോകേണ്ടിയിരുന്നത്? മസ്കറ്റിലേക്കാണ് പോവേണ്ടതായിരുന്നു. ഞാൻ മസ്കറ്റിലേക്ക് പോകാനായിട്ടാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തത്. അതായത് അവധിക്ക് നാട്ടിൽ വന്നതായിരുന്നോ? അതെ, അവധിക്ക് നാട്ടിൽ വന്നതായിരുന്നു. അവിടെ നിന്ന് സുഖമില്ലാതെയാണ് ഞാൻ അവിടെ നിന്ന് വന്നത്. ഇവിടെ വന്ന് ആശുപത്രിയിലൊക്കെ കാണിച്ചു, എല്ലാം ഇതായി വന്നപ്പോൾ എനിക്ക് പിന്നെ വീണ്ടും അസുഖങ്ങൾ കൂടി, വണ്ടി ഒന്ന് മറിഞ്ഞു, അങ്ങനെയൊക്കെ ദിവസം കഴിഞ്ഞു പോയി. ഇപ്പോൾ താങ്കൾക്ക് നാളെ ആയിരുന്നോ അല്ലെങ്കിൽ ഇന്നായിരുന്നോ അവിടേക്ക് എത്തേണ്ടിയിരുന്നത്? അത് ജോലിയെ ബാധിക്കുമെന്നുള്ള ആശങ്ക തന്നെയാണുള്ളത്. അതെ, ജോലിക്ക് ചെന്ന് കയറാൻ ജോലിക്ക് ചെന്ന് കയറുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള ഇതുണ്ടായിരുന്നു എനിക്ക്.